ഏതൊരു യാത്രയുടെയും ഹരവും സുഖവും കൂട്ടുന്ന ഒന്നാണല്ലോ. ലിജു ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് നാൾ കാത്തിരുന്ന ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. നമ്മളോടൊപ്പം ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം ചങ്ക് അഞ്ജൽ ടീച്ചറാണ്. ടീച്ചർ ബാക്കി കാര്യങ്ങൾ ടീച്ചർ പറയും. ഞങ്ങൾ 3 വർഷം കൊണ്ട് പ്ലാൻ ചെയ്യുന്ന ഒരുപാട് ട്രിപ്പുകളുണ്ട്. പല ട്രിപ്പുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലാതെ പെട്ടെന്ന് സംഭവിച്ച ഒരു ട്രിപ്പിനൊടുവിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തിരുമലക്കോയിൽ. അവിടെ ചെന്നിട്ട് ബാക്കി പറയാം. ഓക്കെ, അപ്പോൾ തിരുമലക്കോവിൽ സൂപ്പർ ഹിറ്റ് ചിത്രമായ പുഷ്പ ഉൾപ്പെടെ നിരവധി സിനിമകൾ ചിത്രീകരിച്ച ഒരു സ്ഥലമാണിത്. കുളത്തൂപ്പുഴ തെന്മല ചെങ്കോട്ട വഴിയാണ് നമ്മുടെ. ഹലോ, അപ്പൊ നമ്മളിപ്പോ ചെങ്കോട്ടയ്ക്ക് അടുത്തെത്താറായി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മള് ഇറങ്ങി ചായ കുടിക്കാനായിട്ടൊന്ന് വണ്ടി നിർത്തിയതാണ്. ഏതൊരു യാത്രയുടെയും ഹരവും സുഖവും കൂട്ടുന്ന ഒന്നാണല്ലോ ചായ കുടി. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കൾ ചായ കുടിക്കാൻ വിളിച്ചാൽ ഒട്ടും വൈകാതെ തന്നെ അവരോടൊപ്പം കൂടി പോകണം. ഒരു ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ബാക്കി വിശേഷങ്ങളുമായി തിരിച്ചു വരാം. അത്യാവശ്യം നല്ലൊരു തിരക്കുള്ള കടയാണ്. കടികൾ നിരന്നിരിപ്പുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി വീശിയടിക്കുന്ന ചെങ്കോട്ട ചായയാണിത്. പച്ചയായി നിറഞ്ഞ കുന്നുകളും തണുത്ത കാറ്റും ചുറ്റുമുള്ള ശാന്തമായ അന്തരീക്ഷവും ഇവയെല്ലാം ആസ്വദിച്ച് ചായയും കടിയും അകത്താക്കിയതിനു ശേഷം ഞങ്ങളുടെ യാത്ര തുടർന്നു. മലയോര വഴികളിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ഓരോ വളവും തുറന്നു കാണിച്ച കാഴ്ചകൾ കണ്ണിന് വലിയൊരു വിരുന്നായിരുന്നു. ചെറിയ ഗ്രാമങ്ങൾ, പച്ചപ്പിൽ മറഞ്ഞു നിന്ന വീടുകൾ, വഴിയോരത്തെ ചെറിയ ക്ഷേത്രങ്ങൾ, നാട്ടിൻപുറത്തെ ഭംഗി കവർന്നെടുത്തുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു. ചെങ്കോട്ട കുറുങ്ങാണി ഗ്യാപ്പ് വഴി തെങ്കാശി ഭാഗം കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രകൃതിയുടെ ഭംഗി കൂടുതലായി അനുഭവിക്കാൻ കഴിയുന്നു. റോഡിന്റെ ഇരുവശവും നിലകൊള്ളുന്ന പാറക്കൂട്ടങ്ങളും മലനിരകളും ഒരു സാഹസികതയുടെ ഫീൽ നൽകുന്നു. വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ റോഡിൽ നിരനിരയായി പോത്തിൻകൂട്ടം നടക്കുന്നത് കണ്ടു. അവരെല്ലാം ശാന്തമായി മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച യാത്രയെ ഗ്രാമത്തിന്റെ ആത്മാവിനോട് ബന്ധിക്കുന്നത് പോലെ തോന്നിച്ചു. ഇപ്പോൾ നമ്മൾ തിരുമലക്കോവിലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിക്കും. മുന്നിൽ കാണുന്ന ഈ വലിയ ഗോപുര നട കടന്നാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇവിടുത്തെ പ്രവേശനം വളരെ മനോഹരമാണ്. പിന്നിലേക്ക് നോക്കിയാൽ മലനിരകളും ചുറ്റുമുള്ള പച്ചപ്പും എല്ലാം കൂടി ഒരു മനോഹര ദൃശ്യം തന്നെയാണ് നൽകുന്നത്. ദൂരെ തന്നെ അങ്ങ് പാറമുകളിൽ കാണുന്ന തിരുമലക്കോവിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഒടുവിൽ ക്ഷേത്രത്തിന്റെ അടിവാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കാറും ബൈക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ തന്നെയുണ്ട്. പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ അടിവാരത്തെ ക്ഷേത്രത്തിലെത്താം. ഇവിടെ ഒരു പ്രത്യേക സൗകര്യം കൂടിയുണ്ട്. വാഹനം നേരെ മുകളിലേക്ക് കൊണ്ടുപോകാനും പറ്റും. ഇതിനായി പ്രത്യേകമായി പാസ് എടുക്കണം. പാസ് എടുത്താൽ കാറ് അല്ലെങ്കിൽ ബൈക്ക് കൊണ്ട് ക്ഷേത്രത്തിന്റെ അടുത്ത് വരെ എത്തിച്ചേരാം. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും. ഞങ്ങളൊരു സാഹസികതയ്ക്ക് മുതിരുകയാണ്. സോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്, തിരുമലക്കോയിൽ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ഏകദേശം 625 പടികളാണുള്ളത്. ഇത് നടന്നു കയറുവാൻ തീരുമാനിച്ചു. ഓരോ പടിയും മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നല്ല തണുത്ത കാറ്റും ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യവും വല്ലാതെ ആകർഷിക്കുന്നു. പടികളുടെ ഇടവേളകളിൽ വിശ്രമിക്കാൻ ചെറിയ വിശ്രമ സ്ഥലങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇടവേളകൾ ആനന്ദകരമാക്കാൻ തീരുമാനിച്ചു.
ടീച്ചറെ ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി. மருதமலை மாமணியே முருகையா, மருதமலை மாமணியே முருகையா, தேவரின் குளம் காக்கும் வேலையா, മരുതമലൈ മാമണിയേ മുരുകയ്യാ. പാട്ടൊക്കെ പാടി ആസ്വദിച്ച് ഞങ്ങളുടെ യാത്ര തുടർന്നു. പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പഴനിമലയെ അനുസ്മരിക്കുന്ന രീതിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കൽപ്പടവുകൾ വിചാരിച്ച അത്ര എളുപ്പത്തിൽ കയറാൻ സാധിക്കുന്നതല്ല. പോകുന്ന വഴിക്ക് കൊച്ചു കൊച്ചു മണ്ഡപങ്ങൾ കാണാം. നമ്മുടെ കലാകാരി അതിനെ വിടാൻ ഉദ്ദേശമില്ല. പാട്ടിന് പാട്ട്, നൃത്തത്തിന് നൃത്തം. ഞങ്ങളുടെ കൊച്ചു കലാകാരിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഒടുവിൽ ഞങ്ങൾ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലെത്തി. വാഹനങ്ങൾ മലയോര പാതയിലൂടെ ക്ഷേത്രത്തിന്റെ അടുത്ത് വരെ എത്തും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശി താലൂക്കിൽ പൻമൊഴി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മുരുകൻ ക്ഷേത്രമാണ് തിരുമലക്കോവിൽ. കേരളവുമായി പങ്കുവയ്ക്കുന്ന അതിർത്തിക്കടുത്ത് പശ്ചിമഘട്ടത്തിൽ ഒരു കുന്നിമുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ മുരുകൻ തിരുമല മുരുകൻ എന്നും തിരുമല കുമാരസ്വാമി എന്നും അറിയപ്പെടുന്നു. ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത് തിരുവരുച്ചെൽവർ ശിവകാമി അമ്മയാറാണ്. ഏപ്രിൽ മാസത്തിലെ ചിത്തിലെ 1-ാം തീയതിയിലെ പടി ഉത്സവം, മെയ് ജൂൺ മാസങ്ങളിലെ വൈകാശി വിശാഖം, ഒക്ടോബർ നവംബർ മാസങ്ങളിലെ സ്കന്ദഷഷ്ഠി, നവംബർ ഡിസംബർ മാസങ്ങളിൽ കാർത്തികേയ ഫ്ലോട്ട് ഉത്സവം, ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തൈപ്പൂസം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. ആന, മയിൽ ശില്പങ്ങൾ ക്ഷേത്ര ഗോപുരങ്ങളിലും സ്തംഭങ്ങളിലും പരിസര അലങ്കാരങ്ങളിലും കൊത്തിവെച്ചിരിക്കുന്നു. ദ്രാവിഡ ശില്പകലയുടെ ഭാഗമായിട്ടാണ് ഇവ. ആന ശക്തിയുടെ പ്രതീകമാണ്. മയിൽ സൗന്ദര്യത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമാണ്. തിരുമല കുമാരസ്വാമി അല്ലെങ്കിൽ തിരുമല മുരുകൻ എന്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മുരുകൻ അഗസ്ത്യമുനിക്ക് ദർശനം നൽകിയത് ഇവിടെ വെച്ചാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന് 2 ചുറ്റുമതിലുകളും 2 പ്രവേശന കവാടങ്ങളും ഉണ്ട്. കിഴക്കോട്ട് ദർശനമായാണ് ശ്രീകോവിൽ. ഈ ക്ഷേത്രത്തിന് ചുറ്റും കുറെ തെങ്ങുംതോപ്പുകളും ഗ്രാമങ്ങളും പാടങ്ങളും ഉണ്ട്. കുന്നിൻമുകളിലെ പവിത്രമായ നീരുറവെ അഷ്ടപത്മകുളം എന്ന് വിളിക്കപ്പെടുന്നു. സപ്തകന്യകകൾ മുരുകനെ പുഷ്പമർപ്പിച്ച് പൂജിച്ചു. നീരുറവയുടെ ഭാഗത്തായാണ് സപ്തകന്യകകളുടെ രൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. സോ ഗൈസ്, അറ്റ് ലാസ്റ്റ് നമ്മൾ തിരുമല കോയിലിന്റെ ഏറ്റവും ടോപ്പില് അമ്പലത്തിന്റെ അവിടെയാണ് നിൽക്കുന്നത്. നല്ല ആംബിയൻസ് ആണ്. ഈ ക്ലൈമറ്റിൽ പറ്റാവുന്നവരൊക്കെ ഇവിടെ വരണം. വലിയ തിരക്കുമില്ല, ചെറിയ പൊടി മഴയും ഉണ്ട്, ചൂടൊന്നുമില്ല. പിന്നെ അമ്പലത്തിനകത്ത് ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, മുരുകൻ കോവിലാണ്. പക്ഷെ ഇതിന്റെ പുറത്ത് ഒരുപാട് നിങ്ങൾക്ക് നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ, ഫാമിലി ആയിട്ടായാലും ഫ്രണ്ട്സിനോടൊപ്പം ആയാലും ഒക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്പോട്ട് തന്നെയാണ് തിരുമല കോയിൽ. പറ്റുന്നവരൊക്കെ വായോ.